സാറിപ്പോൾ ഈ ഇരിക്കുന്ന വീടില്ലേ, ഇപ്പോൾ എൻ്റെ വീട് എനിക്ക് എൻ്റെ ഇതിനു മുമ്പത്തെ ആൾക്കാർ ദാനം തന്ന വീടാണ്. ഈ വീട് നഷ്ടപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകാന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അത് ആ വീട്ടിലിരിക്കണവനെ ആ വേദന അറിയുള്ളൂ. ഈ വഴി കൂടി പോണ ഒരു പരനാറി വന്നിട്ട് പറഞ്ഞ് ഇത് എൻ്റെ വീടാണെന്ന് പറഞ്ഞ് കയറിയിരിക്കാനുള്ളൊരു അവകാശം, അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചാൽ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ സജിച്ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് 3 പ്രാവശ്യം പറഞ്ഞാണ് വഖഫ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജിച്ചേട്ടൻ്റെ വീട് എൻ്റെ വീടായി മാറി. ഇനി അത് സജി തെളിയിക്കണമെങ്കിൽ സജിക്ക് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെ പോയി സജി അവരുടെ കൺസെൻറ്റ് വാങ്ങിച്ചിട്ട് വരാം. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം യഥാർത്ഥത്തിൽ എന്താണ് വഖഫ്. ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യൻ്റെ ഭൂമി എങ്ങനെ തട്ടിയെടുക്കാം, ഒരു ദൈവനാമത്തിൽ ചതി എന്ന് പറയില്ല. ഇങ്ങനെ നടക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യയിലെ ഏത് പാർട്ടിയാണ്? കോൺഗ്രസ് എന്ന് പറയുന്ന ഈ കള്ളന്മാർ. അല്ല, അത് ആരുടെ കാലത്താണ് ഇത് ഒപ്പിച്ചത്? നരസിംഹറാവുവിൻ്റെ കാലത്ത് ഒരു 75% വെച്ചു കൊടുത്ത്, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നിങ്ങൾ ഇതെല്ലാം കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എഴുതി കൊടുത്തു. നിയമം ഭേദഗതി ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇവർക്ക് അറിയാം ഇവരുടെ കയ്യിൽ നിന്ന് പോയെന്ന്. GPay ആയിട്ട് കുറച്ച് പൈസ മേടിക്കും. ബാക്കി നേതാക്കന്മാർ, ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ കാശായിട്ട് എൻ്റെ നിന്ന് മേടിച്ചേക്കുന്ന ഒരു കൈയും കണക്കുമില്ല VD സതീശനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി. അതെനിക്ക് ആരുടെ മുമ്പിലും പറയുന്നുണ്ട്. കാരണം അവരെന്നെ അത്രയ്ക്കും ദ്രോഹിച്ചിട്ടുണ്ട്. ആ വേദിയിൽ ഞങ്ങൾ തന്നെയാണ് പോയി അദ്ദേഹത്തെ സ്വീകരിച്ചത്. അന്ന് അദ്ദേഹം ഞങ്ങൾക്ക് തന്നൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഈ സംഭവം തീർത്തു തരുമെന്ന് പറഞ്ഞു. ഓക്കെ, എവിടെയാണെന്ന് അവരോട് തന്നെ ചോദിക്കണം. കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴാണ്. കാരണം കേന്ദ്രത്തിൽ ഇനി അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അധികാരത്തിൽ. കാരണം അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തികൾ അനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല അവർ കേന്ദ്രത്തിൽ അധികാരത്തിൽ. ഇവിടെ ഇപ്പം ഞങ്ങളുടെ നടക്കുന്ന കാര്യങ്ങളിൽ മാത്രം പറയാനുള്ള അധികാരികൾ ഞങ്ങൾക്കുള്ളൂ. മനസ്സിലായി? ഞങ്ങളുടെ കാര്യങ്ങൾ ഇപ്പം ഞങ്ങളിവിടെ എല്ലാവരും ഏകദേശം എല്ലാവർക്കും കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലായിട്ടുണ്ട്. മുൻപം ഇന്ന് കേരളത്തിന് ഒരു ഏറ്റവും വലിയൊരു രക്ഷയാണ്. കാരണം വഖഫ് ബോർഡ് പ്ലാൻ ചെയ്ത് വെച്ചത് 33,000 ഏക്കറായിരുന്നു അവരുടെ ആസ്തി വിവര പട്ടികയിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന പ്ലാൻ. അവരുടെ ഫസ്റ്റ് കടമ്പയായിരുന്നു, ഫസ്റ്റ് പോയിൻ്റായിരുന്നു, സ്റ്റാർട്ടിംഗ് പോയിൻ്റായിരുന്നു മുനമ്പം. അതിന് ഇപ്പോൾ സ്റ്റേജിൻ്റെ പൈസ, ഇലക്ട്രിസിറ്റിയുടെ പൈസ, അതിൻ്റെ പൈസ, ആ പൈസ അതെനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം അതൊരു സെറ്റിൽമെൻറ്റിന് നമുക്ക് പോയിക്കൂടെ. അപ്പോൾ ഞങ്ങളാരും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ജോഷി മയ്യാറ്റിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന്, അപ്പോൾ അവൻ്റെ വായെന്ന് അറിയാതെ പോകുന്നു, ഈ നമ്മളൊരു സെറ്റിൽമെൻറ്റിൽ വരികയാണെങ്കിൽ വഖഫ് സംരക്ഷണ വേദിയും വഖഫ് സംരക്ഷണ സമിതിയും സെറ്റിൽമെൻറ്റിന് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇവന്മാരാരും നമ്മളുടെ അടുത്ത് സെറ്റിൽമെൻറ്റ് VD സതീശൻ വരണേന് വേദി ഒരുക്കിയ ആൾക്കാരാണ് ഞങ്ങൾ. ഞാൻ അതിനുവേണ്ടി കാരണം എനിക്ക് എത്ര പൈസ ചിലവായെന്ന് എനിക്കറിയാം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഈ മുനമ്പം എന്ന ദേശത്ത് വരാൻ ഇച്ചിരി താമസിച്ചു പോയെങ്കിലും ഇപ്പോൾ ഞാൻ മുനമ്പത്ത് ഈ പ്രശ്നം ഏറ്റവും നേരിടുന്ന ജനങ്ങളിൽ ഒരു വ്യക്തിയുടെ വീട്ടിലിരിക്കുക. അതാണ് നമ്മുടെ ഫിലിപ്പിയേട്ടൻ. നമസ്കാരം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സമീപവാസികളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ, ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഇവരോട് ചോദിച്ചു, ഞാനിവിടെ വന്ന് ചോദിച്ചറിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്നെ ഇരുന്നൊരു വീഡിയോയിലൂടെ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് 610ഓളം കുടുംബങ്ങൾ, മനോഹരമായ സ്ഥലം, ഒരു പ്രദേശം മുഴുവൻ കടലാണ്, പിന്നെ കായലും, അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെയാണെങ്കിലും ഈ പ്രതിസന്ധി യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ആളുകൾ തന്നെ, അവർ തന്നെ അവരുടെ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്തോട് പറയട്ടെ. അപ്പോൾ ഫിലിപ്പിയേട്ടാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ മുനമ്പത്തെ യഥാർത്ഥ പ്രശ്നം? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം? മുനമ്പത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, സജിച്ചേട്ടൻ്റെ വീട്. ഞാൻ ഒരിക്കൽ സജിച്ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിലൂടെ പോയപ്പോൾ സജിച്ചേട്ടൻ്റെ വീട് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് വഖഫ് 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. സജിച്ചേട്ടൻ്റെ വീട് എൻ്റെ വീടായി മാറുകയാണ്. എങ്ങനെ തോന്നുന്നു? അങ്ങനെ ഒരു നിയമം ഏതെങ്കിലും ഒരു രാജ്യത്തുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ഞാൻ സജിച്ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് 3 പ്രാവശ്യം പറഞ്ഞാണ് വഖഫ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജിച്ചേട്ടൻ്റെ വീട് എൻ്റെ വീടായി മാറി. പിന്നീട് ഞാൻ എൻ്റെ അധികാരികൾ, അതായത് വഖഫ് ബോർഡ് എന്ന് പറയുന്ന, ഞങ്ങളെ വഖഫ് ബോർഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദ സംഘടനയാണത്.
അവിടെ ചെന്ന് പറഞ്ഞാണ് സജി ചേട്ടൻ്റെ വീട് ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് വക്കഫ് 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 എന്ന് 3 വാരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഘടനയുടെ ഭാരവാഹികൾ അന്ന് അത് നമ്മളുടെ വീടായി മാറി അദ്ദേഹത്തിൻ്റെ ആസ്തി വിവര പട്ടികയിലേക്ക് എഴുതിയെടുക്കുകയാണ്. സജിയുടെ വീട് വക്കഫായി. പിന്നീട് അപ്പോൾ സജി പെട്ടെന്നാണ് ഒരു ദിവസം കരമടക്കണ ഒരു കാര്യമുണ്ടല്ലോ നമ്മുടെ ഒരു കേരളത്തിൽ നടന്നു പോകുന്നത്. കരമടക്കാൻ വേണ്ടി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിൽ ചെല്ലുമ്പോഴാണ് പറയുന്നത് സജിയുടെ വീട് ഇപ്പോൾ സജിയുടെ വീടല്ല, ഫിലിപ്പ് അത് വക്കഫാക്കിയിട്ടുണ്ട്. ഇനി അത് സജി തെളിയിക്കണമെങ്കിൽ സജിക്ക് വക്കഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെ പോയി സജി അവരുടെ കൺസെൻറ്റ് വാങ്ങിച്ചിട്ട് വരാം. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഇത് സജിയുടെ വീടാണോ വക്കഫിൻ്റെ വീടാണോ. അപ്പോൾ സ്വാഭാവിക അടുത്ത ചോദ്യം, നിങ്ങൾക്ക് കരമടയ്ക്കാൻ കഴിയാതായിട്ട് എത്ര കാലമായി? കരമടക്കാൻ കഴിയാതായിട്ട് എത്ര കാലമായെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ നടുക്കിരിക്കുന്ന പ്രദീപേട്ടൻ. ഇവിടുത്തെ SNDPയുടെ ഞങ്ങളുടെ കരയിലെ SNDPയുടെ പ്രതിനിധിയാണ്. പ്രദീപേട്ടനാണ് ഈ നാടിനെ രക്ഷിച്ച മനുഷ്യൻ, ഈ നടുക്കിരിക്കുന്ന വ്യക്തി. ഇദ്ദേഹം 2022 അദ്ദേഹം ഇവിടുത്തെ ഒരു അത്യാവശ്യം സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നൊരു വ്യക്തിയാണ്. പ്രദീപേട്ടൻ ഒരു ദിവസം ആരോ അദ്ദേഹത്തിന് പഞ്ചായത്തിലൊക്കെ നല്ല ഈ വക കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പ്രദീപേട്ടൻ ഈ റവന്യൂ അടക്കാനായിട്ട് പഞ്ചായത്തിൽ ചെല്ലുമ്പോഴാണ് പ്രദീപേട്ടൻ അറിയുന്നത് ഇനി മുതൽ നിങ്ങൾക്ക് കരമടക്കാൻ പറ്റില്ല, ഇത് വക്കഫിൻ്റെ ആസ്തി വിവര പട്ടികയിലേക്ക് എഴുതി ചേർത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി നിങ്ങളല്ല ഇതിൻ്റെ ഉടമസ്ഥർ, ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ വഖഫ് ബോർഡ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണെന്നുള്ളതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് മനസ്സിലായത് 2022 നമുക്ക് മനസ്സിലായി ഈ മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഏതാണ്ട് 600ഓളം കുടുംബങ്ങളുടെ ഭൂമിയും വസ്തുവും കയ്യിൽ നിന്ന് പോകും എന്ന് 2022 ഇല്ല 22 അപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം പ്രദീപേട്ടൻ വന്ന് ഇപ്പം എനിക്കൊന്ന് എഴുതാനും വായിക്കാനും അത്യാവശ്യം അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞു. എന്നോട് വന്ന് പറഞ്ഞിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം കിടപ്പുണ്ടോയെന്ന് ആർക്കും അറിയില്ല. ഞങ്ങൾ ഈ കരയിലുള്ള ജനങ്ങൾക്കിത് മനസ്സിലാക്കിയെടുക്കാൻ 1 വർഷത്തിൽ കൂടുതൽ എടുത്തില്ല പ്രതിവേട്ടൻ. 1 വർഷത്തിൽ കൂടുതൽ. ഏതാണ്ട് 2023 നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഗ്രഹിക്കാൻ പോലും പറ്റില്ല. കാരണം കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം ഈ കരയുടെ 80% ആൾക്കാരും ലോണിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം മത്സ്യത്തൊഴിലാളികളാണ്, മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കും. കൂടി വന്ന ഒരു 20 ഫാമിലീസ് ഉണ്ടാവും മത്സ്യബന്ധന മേഖലയിൽ മാറി നിന്ന് മക്കൾക്കൊക്കെ വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ മക്കളെല്ലാം നല്ല ജോലികളായി. ഇപ്പം ഞാനൊരു പ്രവാസിയാണ്. അങ്ങനെ ഞാൻ പ്രവാസിയല്ല, ഞാനിപ്പോൾ ഈ സമരത്തിന് വേണ്ടി തന്നെ ഇവിടെ നിന്ന് എൻ്റെ പ്രവാസ ജീവിതം വേണ്ട, എൻ്റെ വീടാണ് പ്രാധാന്യമെന്ന് തോന്നിയതിന് ശേഷം ഞാനിവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് വഖഫ്? വഖഫ് യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മനസ്സിലായത് എന്താണ്? ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യൻ്റെ ഭൂമി എങ്ങനെ തട്ടിയെടുക്കാം, ഒരു ദൈവനാമത്തിൽ ചതി എന്ന് പറയില്ല. അങ്ങനെ നമുക്ക് പറയുമ്പോൾ അതിൻ്റെ നിയമസാധുത എന്താണ്? ഇത് അവകാശം ഉന്നയിക്കാനുള്ള പറയാൻ കാരണം ഈ ആധാരം ഞങ്ങളെല്ലാവരും ഇത് ആധാരങ്ങൾ വാങ്ങിച്ചത് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്നാണ്. സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്നാണ്. അവർ ശരിക്കും ഇത് പറയുന്നത് ഇതൊരു പാട്ടത്തിന് കൊടുത്ത ഭൂമിയായിരുന്നു. സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നത് നമുക്ക് ഇതിന് ആധാരം കിട്ടിയത് എത്രയില്ലെന്നാണ് പറയുന്നത്? 89-90 ആധാരം കിട്ടിയാൽ 90 10 2000 ഏതാണ്ട് ഇപ്പം തന്നെ 35 വർഷമായി. 35 വർഷം. ഈ 35 വർഷം കഴിയുമ്പോഴാണ് ഈ വഖഫ് ഇതിനകത്ത് അവകാശം പറയുന്നത്, അല്ലേ? വഖഫ് ബോർഡെന്നല്ലേ അവരുടെ. അപ്പോൾ അവരവകാശം പറയുമ്പം അവർ പറയുന്ന കാരണം എന്താ? ഈ രാജാവിൻ്റെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമി സിദ്ദിഖ് സേട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഫറൂഖ് കോളേജിന് കൊടുക്കുകയാണ്. അതിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് കൊടുത്തിട്ട് പറയുന്നത് ഈ ഭൂമി വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങളവിടെ വിദ്യാഭ്യാസത്തിന്, അന്ന് ഫാറൂഖ് കോളേജിൻ്റെ സ്റ്റാർട്ടിങ് ടൈമാണ് ഈ പറയുന്നത്, ആ കാശ് കൊണ്ട് ആണ് നിങ്ങളവിടെ കോളേജ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് രേഖകളുണ്ട്, എല്ലാ രേഖകളും റിട്ടേൺ രേഖകളും. അതായത് ഈ ഫറൂഖ് കോളേജിന് ഈ വസ്തു വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം കോളേജിന്റെ അനുബന്ധ വളർച്ച. അതിനുശേഷം അതിന് രേഖയുണ്ട്. അതിന് വേറൊരു കാര്യം കൂടി വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം
എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എനിക്കോ എൻ്റെ സന്തതി പരമ്പരകൾക്കോ ബാക്കി അവർക്ക് പോകണം. അപ്പം നമ്മൾ ഈ 89 കാലഘട്ടങ്ങളിൽ നമ്മൾ പണം കൊടുത്ത് ഇവരുടെ കയ്യിൽ നിന്ന് രേഖ കംപ്ലീറ്റ് എല്ലാവരും ആധാരം അവർ പണം കൊടുത്ത് ആധാരം വാങ്ങി. അതിനെല്ലാം പണം കൊടുത്തതിൻ്റെ ഒക്കെ രേഖയുണ്ടല്ലോ. ആ പണം 89 പണം കൊടുത്തതിന് ശേഷം അവർ മുനമ്പം ഫണ്ട് എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു B.Ed കോളേജ് തുടങ്ങി. അന്ന് 89 അതെവിടെ തുടങ്ങി? കോഴിക്കോട് തുടങ്ങി. അതിനും രേഖയുണ്ട്. കോഴിക്കോടുള്ള ഈ വഖഫ് ബോർഡിന്റെ അല്ലെങ്കിൽ കോഴിക്കോടുള്ളവരാണോ ഇതിന് തർക്കം പറഞ്ഞേക്കുന്നത്? ഇല്ല, കോഴിക്കോടുള്ളവരല്ല തർക്കം പറഞ്ഞത്. വഖഫ് ബോർഡ് എന്ന് പറയുന്ന വഖഫ് ബോർഡിൻ്റെ ഇതിൽ ശരിക്കും തങ്ങൾ ഫാമിലിയിലെ ഒരാൾ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഇവർ വഖഫായിട്ടുള്ള ആധാരങ്ങൾ തപ്പി നടന്നെന്നാണ് പറയണം. വഖഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് എന്താ? വഖഫ് എന്ന വാക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? ദൈവത്തിന്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, വ്യക്തിപരമായി ചോദിക്കട്ടെ, ഫിലിപ്പ് ചേട്ടൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ 23 വർഷം കുവൈറ്റിലായിരുന്നു. ഞാൻ കുവൈറ്റിൽ നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടുത്തെ റൂളർ ഉണ്ടല്ലോ കുവൈറ്റ്, അവിടുത്തെ ഷെയ്ക്കുകൾ ഇഷ്ടംപോലെ ഷെയ്ക്കുണ്ട്. ബട്ട് ഞാൻ അവിടുത്തെ റൂളർ, അവിടുത്തെ അമീറിൻ്റെ മൂത്ത മകനുണ്ട്. അതായത് അവിടുത്തെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ വകുപ്പ് മന്ത്രിയും കിരീടാവകാശിയും ആകേണ്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ മുസ്ലിം നിയമങ്ങൾ ലോകം മുഴുവൻ ഒന്നാണ്. അതിന്റെ യഥാർത്ഥ വശങ്ങളൊക്കെ ഫിലിപ്പേട്ടന് അറിയാം. എല്ലാം അറിയാം. ദുബായിൽ എങ്ങാണ്ട് ജോലി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ദുബായിൽ ഞാനൊരു 1.5 വർഷം ഇപ്പോഴത്തെ റൂളറിന്റെ രണ്ടാമത്തെ മകന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തറിലേക്ക് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. ബട്ട് ഞാനിപ്പോൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നത്. അത് ശരി. പക്ഷെ എന്നാൽ പോലും ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാന രാജ്യങ്ങളിലുള്ള ഏറ്റവും പ്രധാന റൂളർമാരുമായിട്ട് അല്ലെ അമീറുമാരുമായിട്ട് നമ്മുടെ മനുഷ്യന് മനസ്സിലാകുന്ന മലയാളത്തിൽ പറഞ്ഞ രാജാക്കന്മാരുമായിട്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്, വളരെ നല്ല ബന്ധമുണ്ട്. അപ്പം അങ്ങനെ വരും ഇതിൻ്റെ നിയമവശങ്ങളും അറിയാം. അവരും എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ സാറിനോട് ഇപ്പോൾ UAE റൂളറിനോട് പറഞ്ഞു എൻ്റെ വീട് ഇങ്ങനെ രീതിയിൽ എടുത്തിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇങ്ങനെ നടക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതൊക്കെ ഇന്ത്യയിലെ ഏത് പാർട്ടിയാണ്? കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ കള്ളന്മാർ അല്ല. അത് ആരുടെ കാലത്താണ് ഇത് ഒപ്പിച്ചത്? അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്തുണ്ട്, നരസിംഹറാവുവിൻ്റെ കാലത്തുണ്ട്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്, നരസിംഹറാവുവിൻ്റെ കാലത്ത് ഒരു 75% വെച്ചു കൊടുത്ത്, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നിങ്ങൾ ഇതെല്ലാം കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എഴുതി കൊടുത്തു. അങ്ങനെ നിയമം ഭേദഗതി ചെയ്ത് കൊടുത്തു. ഇതിൽ സജിച്ചേട്ടൻ അറിയേണ്ട ഒരു കാര്യം ഞങ്ങളിപ്പോഴും പറയാം. ഇന്ന് ഞങ്ങളിവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യത്തിന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ ഭരിച്ചു. ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹത്താൽ BJP സർക്കാർ കേന്ദ്രത്തിൽ വന്നു. ഈ കേരളത്തിലും കോൺഗ്രസ്, കേന്ദ്രത്തിലും കോൺഗ്രസ് ആയിരുന്നു വെച്ചെങ്കിൽ ഇന്ന് സഹിച്ചേട്ടാ ഇങ്ങനെ ഇരിക്കാൻ. പറഞ്ഞാൽ ഈ വിഷയത്തിലെ വില്ലൻ കോൺഗ്രസ് ആണ്. അപ്പോൾ ഈ വിഷയത്തിലെ വില്ലൻ കോൺഗ്രസ് ആണെന്നുള്ളതാണ് നമ്മൾ കേരളത്തിലെ പൊതുജനം മനസ്സിലാക്കേണ്ടത്. ഈ വിഷയം മാത്രമല്ല, പല വിഷയങ്ങളിലെയും വില്ലൻ, യഥാർത്ഥ വില്ലൻ കോൺഗ്രസ് ആണെന്നുള്ള കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത് ഏത് ചാനലുകാർ വന്നാലും അഭിമുഖം എടുക്കാൻ പറ്റുന്ന ഇവിടുത്തെ ഒരു വീടാണ്, മുനമ്പത്തുള്ള വീടാണ്. ആ വീടിൻ്റെ ഉടമസ്ഥനാണ് നമ്മോട് പറയുന്നത് ഈ മുനമ്പം വിഷയത്തിനകത്തെ യഥാർത്ഥ വില്ലൻ കോൺഗ്രസ് ആണ്. അപ്പോൾ ഇതിനകത്തെ കളി നമ്മൾ കേരളത്തിലെ ജനം യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ജനത്തോട് പറയുന്നത് സത്യങ്ങൾ പറയേണ്ട പത്രങ്ങൾ പല സത്യങ്ങളും പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന പത്രങ്ങളുടെ എല്ലാം യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്, മേജർ ഷെയർ ഹോൾഡർമാർ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ പത്രങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയാത്തതെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഈ അവസ്ഥയിൽ, ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ അവസ്ഥ എന്താ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട്? ഇപ്പം ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട BJP സർക്കാരിൻ്റെ ഒരേ ഒരു പരിശ്രമം കൊണ്ട് മാത്രം ഇപ്പോൾ പുതിയ വഖഫ് നിയമം വന്നിട്ടുണ്ട്. അതായത് പഴയ നിയമത്തിനകത്ത് ഭേദഗതി കൊണ്ടുവന്നു. അതിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഏറ്റവും വലിയൊരു ഭേദഗതിയാണ് പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത്. സെക്ഷൻ 2A, അതായത് സൊസൈറ്റി ആക്ട് പ്രകാരം ആ ഒരു നിയമത്തിനോടനുബന്ധിച്ചു. അപ്പോൾ ആ സെക്ഷൻ 2A ആണ് ഞങ്ങൾക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുകൂല ഘടകം. അപ്പോൾ അത് വെച്ച് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. അല്ല, അത് വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസം എന്താ?
ആശ്വാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ കേസ് കോടതിയിലിരിക്കുന്ന കേസാണ്, ട്രൈബ്യൂണലിനകത്ത് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രൈബ്യൂണലിന് സെക്ഷൻ 2A കുറിച്ച് വാദിക്കാനുള്ള അധികാരമില്ല. സെക്ഷൻ 2A എന്താ ഉദ്ദേശിക്കുന്നത്? സെക്ഷൻ 2A എന്ന് പറയുന്നത് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. അത് സാറിനോട് സാലൻ ദേവൻ സാറുണ്ടല്ലോ, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഏറ്റവും വലിയ രക്ഷകരെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജോഷി മയ്യാറ്റിൽ അച്ഛനല്ലേ. ജോഷി മയ്യാറ്റിൽ അച്ഛനും ഇതിനകത്ത് യഥാർത്ഥത്തിൽ രക്ഷകരെന്ന് പറയുന്നത് ജോഷി മയ്യാറ്റിൽ അച്ഛനും സ്റ്റാലിൻ ദേവൻ സാറും, അവർ രണ്ടുപേരും. ബാക്കി കൂടിയേക്കുന്നതെല്ലാം പിന്നെ മീഡിയനെ ഞങ്ങൾക്ക് ബാക്കി കൂടിയേക്കുന്ന ആളുകളെല്ലാം ഇതിന് മുതലെടുക്കാൻ വേണ്ടി മാത്രമല്ല. മീഡിയയിൽ ഏറ്റവും ഞങ്ങൾക്ക് പറയേണ്ടത്, ഫസ്റ്റ് ഞങ്ങൾക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് മറുനാടൻ മലയാളി, ഷാജൻ സ്കറിയ, ABC ന്യൂസ്, അതായത് ABC ന്യൂസിലെ ഗോവിന്ദൻകുട്ടി, പിന്നെ സുനിൽ വടയാർ, പിന്നെ നമ്മളുടെ കുറച്ച് പേരുണ്ട്. എൻ്റെ പേര് ഒരു എന്താണെങ്കിലും മറുനാടൻ സാജനും ആ ചാനലിനും ABC ന്യൂസിനും ഒക്കെ പ്രത്യേകമായി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു നന്ദി പറയുക. പിന്നെ ജനം ടി വി, ഷെക്കിന ന്യൂസ്, ഷെക്കിന ന്യൂസിനും പിന്നെ ഗുഡ്നസ് TV, അങ്ങനെ ഒരുണ്ട്. അപ്പം ജനത്തിൻ്റെ കൂടെ യഥാർത്ഥത്തിൽ മുനമ്പങ്കാരുടെ കൂടെ നിന്ന മാധ്യമങ്ങൾ ഇതാണെന്ന് ഇവർ പറയുക. ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. എന്നാൽ ഇവരെ ഏറ്റവും ദ്രോഹിച്ചത് ഈ ബില്ല് കൊണ്ടുവന്ന് ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവസരം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ്സാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നല്ലോ. ആ വിധി പല പത്രങ്ങളും പല രീതിയിൽ എഴുതി. ചിലർ പറഞ്ഞു മുനമ്പങ്കാർക്ക് എതിരാണ്, ചിലർ പറഞ്ഞു വിധിയാൽ മുനമ്പങ്കാർക്ക് ഗുണമില്ല. എങ്ങനെ പറഞ്ഞാലും അവസാനം ഇത് മുനമ്പങ്കാർക്ക് ഗുണമില്ലാത്ത രീതിയിലാണ് നാട്ടുകാർ ഇത് വായിക്കുന്നത്. ഒരിക്കലും ആ വിധിയിൽ നിന്ന് എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ഇത് വിധിയല്ല, ഇതൊരു ഭാഗിക സ്റ്റേ ആണ്. അതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു കാര്യം, അത് മുനമ്പം ജനതയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് കളക്ടറിന് പരമാധികാരം കൊടുത്തിട്ട്, അതും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിക്കും ഈ വിധി വന്നു കഴിഞ്ഞാൽ ഇത് വഖഫ് ബോർഡിന് തീരാ നഷ്ടങ്ങളാണ് ഈ വിധി. പക്ഷേ ഞങ്ങൾ ഈ വഖഫ് ബോർഡിൻ്റെ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. വഖഫ് ബോർഡിന് ഇതിൽ കൂടുതലൊരു തിരിച്ചടി, അതായത് നെറുകം തലക്ക് അടിക്കി തീരണല്ലേ. ഒരു കാര്യമുണ്ട്, തീരാ നഷ്ടം എന്ന് പറഞ്ഞാൽ അവർക്കൊരു മുടക്കുള്ള സാധനം കയ്യിൽ നിന്ന് പോയെന്നാ നഷ്ടം എന്ന് പറയുന്നത്. എല്ലാം പോയി. അവർക്ക് ഇതിനകത്ത് മുടക്കൊന്നുമില്ലല്ലോ. അവർക്ക് ഇന്ന് ഒരു മുടക്കുമില്ല. അവർ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ അവരുടെ ഒരു റൂളായിട്ട് വന്നു. ആ റൂളും പ്രകാരം അതിപ്പം നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പിടിച്ചു നോക്കി കിട്ടിയായിരിക്കട്ടെ, കിട്ടിയതല്ലെന്ന് മനസ്സിലായപ്പം അവരവരുടെ വഴിക്ക് പോയി. അതുകൂടാതെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. ഇവർ ഈ വഖഫ് ബോർഡ് അല്ലാതെ വഖഫ് സംരക്ഷണ സമിതി, വഖഫ് സംരക്ഷണ വേദി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കടലാസ് പേപ്പർ സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു, ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സന്തോഷകരമായ വാർത്ത, ഞങ്ങൾ ബഹുമാനപ്പെട്ട അമിത്ഷാ ഈ സംഘടന പെട്ടെന്ന് എവിടെ നിന്നോ വന്നൊരു 3-4 പേര് അടങ്ങുന്ന ഒരു സംഘടനകൾ വന്നൊരു പേപ്പർ, അവർ ഞങ്ങൾക്കെതിരെ ഒരു സ്റ്റേ വാങ്ങിച്ചിരുന്നു കോടതി. ഞങ്ങൾ ഇവരെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട അമിത്ഷായ്ക്ക് ഒരു നിവേദനം കൊടുത്തു. പക്ഷേ അതിപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇവന്മാരിപ്പം നിലനിൽക്കാതെ ഓടിയണമെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കാരണം NIA അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കൊടുത്തിരുന്നത്. ഇപ്പം ഞങ്ങൾ പേര് പറയുന്നില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറേ ഇവർക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ട വന്നപ്പോൾ അവരുടെ അതിൽ നിന്ന് കേട്ടാണ് ഞങ്ങളുടെ ഈ സമരസമിതിയിലുള്ള ഒരുത്തൻ ഇവരുമായി നിരന്തര സമ്പർക്കം ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഇടയിൽ ഒരുത്തനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആളെ അറിയാം, അവനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇവരായിട്ട് ചാരനെ പിടികിട്ടി. അവൻ ഞങ്ങളുടെ ജോഷി മയ്യാറ്റിൽ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇവർക്ക് അറിയാം ഇവരുടെ കയ്യിൽ നിന്ന് പോയെന്ന്. അതായത് ഒരു സെറ്റിൽമെൻറ്റിന് നമുക്ക് പോയിക്കൂടെ. അപ്പോൾ ഞങ്ങളാരും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ജോഷി മയ്യാറ്റിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന്, അപ്പോൾ അവൻ്റെ വായെന്ന് അറിയാതെ പോന്നു ഈ നമ്മളൊരു സെറ്റിൽമെൻറ്റിൽ വരികയാണെങ്കിൽ വഖഫ് സംരക്ഷണ വേദിയും വഖഫ് സംരക്ഷണ സമിതിയും സെറ്റിൽമെൻറ്റിന് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇവന്മാരാരും നമ്മളുടെ അടുത്ത് സെറ്റിൽമെൻറ്റ് ഇവന്മാർക്ക് ഈ നിങ്ങളറിയേണ്ട ഈ ഒരു കരയുടെ 2.5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു മുസ്ലിം ഫാമിലി പോലും, ഇവിടെ ഒരു മുസ്ലിം ഫാമിലി ഒരാൾ പോലും ഇല്ല ഈ കരയിൽ. ഇത് ഈ തർക്ക പ്രദേശത്ത് ഒരു മുസ്ലിം ഫാമിലി ഇല്ല. അതാണ് അതിൻ്റെ മർമ്മം. അതുമല്ല, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പുറകിൽ കുറേ ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു. വഖഫ് ക്ലെയിം ചെയ്ത സ്ഥലങ്ങൾ, അതായത് ഈ തീരദേശത്ത് ക്ലെയിം ചെയ്ത 3 സ്ഥലങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്ഥലങ്ങൾ. അതിൻ്റെ ഇപ്പോൾ സാധാരണക്കാരൻ ജനങ്ങൾക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. 40 എന്ന് പറഞ്ഞ ഒരു സ്പേസിലാണ് ഇവർ ക്ലെയിം ചെയ്തത്. ഇവർ
ആദ്യം ക്ലെയിം ചെയ്തേക്കുന്നത് മുനമ്പം. മുനമ്പത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലം, പ്രകൃതിയുള്ളൊരു ഹാർബർ, ഇത്രയും നല്ലൊരു തുറമുഖം വേറെയില്ല. അടുത്തത് എവിടെയാണ് ഇവർ ക്ലെയിം ചെയ്തത്? ചാവക്കാട്, അതും ഒരു ഹാർബർ. മൂന്നാമത് ക്ലെയിം ചെയ്തത് എവിടെയാണ്? ചെല്ലാനം പഞ്ചായത്ത്. ചെല്ലാനം പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഒരേ ഒരു പഞ്ചായത്തുള്ളൂ മുസ്ലിംസ് ഇല്ലാത്ത പഞ്ചായത്ത്. അതറിയാമോ? ആ, അവിടെ പോയി ക്ലെയിം ചെയ്തു. അവിടെ ഒരു പള്ളി ഉണ്ടെന്നും പറഞ്ഞ് ക്ലെയിം ചെയ്ത സ്പോട്ട് ഒരു ചായക്കട. അത് അവിടെ ഒരുത്തന് ചായക്കട നടത്താൻ കൊടുത്തു, അത് പള്ളിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വളരെ പ്ലാനിങ്ങോടെ ചെയ്ത ഒരു വലിയ കാലം. പക്ഷെ ദൈവമുണ്ടെന്നുള്ളൊരു കാര്യം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ മാതാവിൻ്റെ നടയിൽ നിന്നാണ് ഞങ്ങൾ സമരം ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്, വഖഫ് ബോർഡിൻ്റെ മുന്നിൽ ഈ മുനമ്പം ജനത ആരാണ്? വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഹിമാലയം പോലെ നിൽക്കുന്ന ഒരു സംഘടന. ഇന്ന് അവർക്കറിയാം ഈ കേസ് കഴിയുമ്പോൾ അവർക്ക് ഏതെല്ലാം രീതിയിൽ ഞങ്ങളുടെ അഭിമുഖീകരിക്കേണ്ടി വരും. തിരിച്ചടികൾ. കാരണം ഈ കേസ് തീർന്നത് ഞങ്ങളുടേതായി കഴിയുമ്പോൾ ഞങ്ങൾ ഈ 3.5 വർഷം ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിച്ചതിന് ഞങ്ങൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ വഖഫ് സംരക്ഷണ സമിതി, വഖഫ് സംരക്ഷണ വേദി, എല്ലാവരും ഞങ്ങളിത് കാത്തിരിക്കുകയാണ്. സാറിന് ഞാൻ ഇത് അഭിമുഖീകരിക്കുക. സ്കൂളിൽ പോകൂല നമ്മൾ ചെറുപ്പകാലത്തിൽ, അത് ഒന്നു തുടങ്ങി അതുപോലെ അവർക്ക് കേസിന് പോകേണ്ടി വരും. അത് രണ്ടാമത്തെ കാര്യം. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ഇവിടെ ഈ മുനമ്പത്തുള്ള, ഞാൻ ഇപ്പം മനസ്സിലാകുന്ന 610ഓളം വീട്ടുകാരുണ്ട്. ഈ വീട്ടുകാരുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യാശ അത് ഏകദേശം എന്നത്തേനും നടപ്പി വരാം? പുതിയ ഒരു പരിഷ്കാരത്തിന് ശേഷം, ഇപ്പം ഇത്രയും ദിവസം ഈ ഒരു പരിഷ്കാരം വന്നതിന് ശേഷം ഏക തടസ്സമായി നിർണ്ണയിച്ചത് ഈ സുപ്രീം കോടതിയിൽ വന്ന ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ പോയ സ്റ്റേ ആണ്. മുസ്ലിം ലീഗ്, അതായത് നമ്മുടെ കേരളത്തിലെ ഹാരിസ് ബീരാൻ അങ്ങനെ ഒരു വക്കീലിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയി സ്റ്റേ. ഇപ്പോൾ ആ സ്റ്റേ പോയിട്ടുണ്ട്, സ്റ്റേ ക്യാൻസൽ ആയിപ്പോയിട്ട്. അപ്പം അത് അവരുടെ കാര്യങ്ങൾ ഇതായിരുന്നു. ഇപ്പോൾ ഇനി കേന്ദ്ര സർക്കാരിന്, സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ ചട്ടങ്ങൾ വരുത്താനുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കൊടുക്കും. കാരണം വീണ്ടും അത് പാർലമെൻറ്റിൽ പാസ്സാകേണ്ട ഒരു കടമ്പയും കൂടിയുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ പ്രകാരം ഈ വരുന്ന ഇലക്ഷൻസിന്, അത് 2026 ആദ്യം ഞങ്ങളുടെ കാരണം ഇപ്പം ഞങ്ങളുടെ ഒരു കേസ് ട്രൈബ്യൂണലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കേസും ഇപ്പോൾ ഈ ഒരു പുതിയ ചട്ടത്തിന് പ്രകാരം ഞങ്ങൾക്ക് മാറ്റി ചോദിക്കാം. ബിക്കോസ് 2A ഇതിൽ, ബിക്കോസ് ആ ഒരു 2A അണ്ടറിൽ വന്നേക്കുന്നത് കാരണം അപ്പോൾ അത് വെച്ച് ഞങ്ങൾക്ക് മാറ്റി കാര്യങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. ആ ഒരു രീതികളിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സേ ഒരു 2026 ബൈ ഫെബ്രുവരി മാർച്ച് നമ്മൾ, അതായത് അടുത്ത വർഷം ഒരു 3-ാം മാസം, ആദ്യത്തെ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇതിനൊരു ശുഭ പര്യവസാനം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? കേന്ദ്ര ഗവൺമെന്റ് അതിന് പറ്റുന്ന രീതിയിൽ ഈ നിയമത്തെ അങ്ങ് ഭേദഗതി ചെയ്തു. എന്തെങ്കിലും ആ ഭേദഗതിക്കകത്ത് എന്തെങ്കിലും കുറവ് തോന്നിയിട്ടുണ്ടോ? ഒരു കുറവും തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെന്ന് ഇല്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾക്ക് അനുയോജ്യമായത്, ഞങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളെ അതിലുള്ളൂ. അതായത് ഈ മുനമ്പം നിവാസികൾ, കാരണം ഈ ചട്ടങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ആർക്കും വേണ്ടി BJP ഇങ്ങനെ ചെയ്ത്. ഞങ്ങൾക്ക് ഈ ചട്ടങ്ങളുടെ കാര്യങ്ങൾ അഴച്ചു തന്ന് ബഹുമാനപ്പെട്ട സ്റ്റാലിൻ ദേവൻ സാറ്, ജോഷി അച്ഛൻ്റെയും നേതൃത്വത്തിൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നോക്കാനൊരു അവസരം, എന്തെങ്കിലും കുറവുകൾ ഞങ്ങൾക്ക്. ഈ മുനമ്പത്ത് ഈ 400 ഏക്കർ സ്ഥലമല്ലേ? 400 ഏക്കർ, അതാണ് തെറ്റാണ്. 400 ഏക്കർ സ്ഥലമില്ല ഞങ്ങൾക്ക്. ശരിക്കും ഇത് 400 ഏക്കർ എന്ന് പറയുന്നത്, അതാണ് എല്ലാവരും 400 ഏക്കർ സ്ഥലമില്ല, ആകെ 139 ഏക്കർ സ്ഥലമുള്ളൂ. 139 ഏക്കർ സ്ഥലത്താണ് 610 കുടുംബങ്ങളുള്ളത്. അതായത് ഒരു സ്ട്രെച്ചാണ്, 3.5 കിലോമീറ്റർ സ്ട്രെച്ചാണ്. അതിനകത്താണ് ആ അറ്റം തുടങ്ങി, അതായത് ഈ പുഴ കണ്ടോ, ഈ കാണുന്ന പുഴയും ഒരു സ്ട്രെച്ച്, ഒരു ചെറിയൊരു സ്ട്രെച്ചാണ്. അതായത് 3.5 കിലോമീറ്റേഴ്സ്. അതിനകത്താണ് ഈ 610, 139 ഏക്കർ വെള്ളവും. മൊത്തത്തിൽ വെള്ളം ഉൾപ്പെടെ ഇതിനകത്ത് കെട്ടായിട്ട് 2-3 ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞ 114 ഏക്കർ ഭൂമിയാണ് ഈ തർക്ക വിഷയ ഭൂമി. ഈ വിഷയത്തിലുള്ള പരിഹാരം വളരെ പെട്ടെന്ന് നമുക്കുണ്ടാവും. ഞാൻ ചോദിച്ചത്, ഈ 114 ഏക്കർ ഭൂമിക്കകത്ത് മുസ്ലിം കുടുംബം ഒന്നേലും ഉണ്ടോ? ഒരെണ്ണം പോലും ഇല്ല. ഒന്നുപോലും. അപ്പം ബാക്കിയുള്ളത് ഹിന്ദു ക്രിസ്ത്യനാണ്. ഹിന്ദു ക്രിസ്ത്യൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതിനെ ലക്ഷ്യം വെച്ചാൽ അത് ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടോ? ഏത്? ഈ ക്രിസ്ത്യൻ
ഹിന്ദുവിനെ ഇറക്കി വിട്ടത് പിടിക്കാന്നൊരു ഉദ്ദേശം. അതായിരുന്നല്ലോ ഉദ്ദേശം. അല്ലാതെ ഇവർക്ക് ഇത് കിട്ടിയിട്ട് എന്തെന്നാണ് ചെയ്യുന്നത്? വേറെ 2 സ്ഥലം പറഞ്ഞില്ല, ചെല്ലാനും അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അടുത്ത പ്രശ്നം മൂന്നാമത് പറഞ്ഞ സ്ഥലം എവിടെയാ? ചാവക്കാട്. പക്ഷെ ചാവക്കാട് ഈ അവിടെ അത്യാവശ്യം അവർക്ക് പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലം. അവരുടെ ആൾക്കാരെ ഇറക്കി വിട്ടത് പിടിക്കാൻ ശ്രമിക്കും. അവർ ശ്രമിക്കാമായിരുന്നു. പക്ഷേ ആൾക്കാരോട് പോലും അവർക്ക് അതിനകത്തൊരു അവിടെ എത്രയോ പേര് അവരുടെ ആൾക്കാർ ഇപ്പോൾ അവിടെ നിന്ന് ചാവക്കാട് നിന്ന് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഞങ്ങളുടെ സമരത്തിനോട് അയക്കിയത്. കാരണം അവരുടെ കുറേ പ്രോപ്പർട്ടീസ് മുസ്ലിം, കാരണം അവർക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന അതേപോലെ തന്നെ അവരുടെ ഇതേപോലെ ഡിക്ലെയർ ചെയ്ത്. 174 ഏക്കർ ഭൂമി പുരയിടം തന്നെയാണ്. 174 ഏക്കർ ഭൂമി പുരയിടം. അപ്പൊ ഇതിനകത്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത് 3 സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചാൽ ഒരു സ്ഥലത്ത് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർ സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങളും വന്ന് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അവരും ഇന്ന് ഇതേ അവസ്ഥ നേരിടുക. ഇല്ലില്ല, അവർ പിന്നെ അവിടെ അവരുടെ ക്ലെയിമൊക്കെ പിൻവലിച്ചു. കാരണം ഞങ്ങളുടെ അവരാദ്യം ക്ലെയിം എന്തുകൊണ്ട് പിൻവലിച്ചു? ഭയന്നിട്ട്. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാണ്? വേറെ എന്ത്? കാരണം ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ സാറേ, ഇവരുടെ പ്ലാൻ ഈ വരുമ്പോൾ കഴിഞ്ഞ ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിന് പകരം കോൺഗ്രസ് ഇവിടെ വരുമെന്നും കഴിഞ്ഞ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇന്ത്യ സഖ്യം വരുമെന്നും ആ രീതിയിൽ ഒരു കയ്യേറ്റ ശ്രമമാണ് നടന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നില്ല. ദൈവം 2 സ്ഥലത്തും ഇവർക്ക് എങ്ങും കൈപോലും എത്താൻ പറ്റാത്ത രീതിയിലാക്കി കൊടുത്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട BJP സർക്കാരിന് മനസ്സിലായി ഇതൊരു ഡ്രാക്കുള നിയമമാണ്, ഇതൊരു ഭീകരവാദ ഇതെന്താ പറയുക, ഇതിൻ്റെ യഥാർത്ഥ പേര് ലാൻഡ് ജിഹാദ്. ഇപ്പം ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ വിളിക്കുന്നത് ലാൻഡ് ജിഹാദ്. അതായത് മുനമ്പം നിവാസികൾ ഈ വിഷയത്തെ വിളിക്കുന്നത് ലാൻഡ് ജിഹാദ് എന്നാണ്. എന്താണെങ്കിലും ഇതിനകത്ത് വിജയത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തി. വിജയത്തിന്റെ തൊട്ടടുത്തല്ല, വിജയത്തിലാണ് ഞങ്ങൾ. നമുക്ക് പേപ്പറുകൾ കിട്ടിയാൽ മതി. വലിയൊരു പോരാട്ടത്തിന്റെ ബാക്കി പത്രമായി നമ്മളിതിനകത്ത് ജയമെടുക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ജയം എടുത്തു നിൽക്കുകയാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്ന് ആ ഫംഗ്ഷനകത്ത് ആ വഴിയിൽ നിന്ന ആളുകളിൽ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, വീണ്ടും കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇത് എടുത്തു കളയുമെന്നാണ് ഇപ്പോൾ സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പൂർണ്ണമായി നിയമം പിൻവലിക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞേക്കണത്. പൂർണ്ണമായി നിയമം ഇപ്പം അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ വഖഫ് നിയമം ഉണ്ടല്ലോ, അവർ പൂർണ്ണമായും പിൻവലിക്കും. ഇപ്പോൾ VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചേക്കണം എന്താണ്, ഈ പുതിയ നിയമം ഉണ്ടല്ലോ പൂർണ്ണമായും പിൻവലിക്കണം. ഞാൻ തുറന്നങ്ങ് ചോദിക്കുക, ഈ വിഷയത്തിൽ VD സതീശന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താ? അത് അദ്ദേഹം എന്താണ് പറയണതെന്ന് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ല. നിങ്ങൾക്ക് അനുകൂലമാണോ? ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ആദ്യം VD സതീശൻ വന്നിരുന്നു, BJP ഒക്കെ വരുന്നത് സുരേഷ് ഗോപി സാറ് വന്നതിന് ശേഷമാണ് മീഡിയ പ്രാധാന്യം കിട്ടിയത് ഞങ്ങൾക്ക്. വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു. അത് ഞാൻ കാര്യം പറഞ്ഞത്. അത് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയോ, അദ്ദേഹം പെന്തക്കോസുകാരുടെ വേദി ചെല്ലുമ്പം ബൈബിൾ പ്രസംഗകനാവും, കത്തോലിക്കരുടെ വേദി ചെല്ലുമ്പോൾ കത്തോലിക്ക പ്രസംഗകനാവും, മുസ്ലിങ്ങളുടെ വേദി ചെല്ലുമ്പോൾ അവരുടെ മതപ്രഭാഷകനാവും. 2 ദിവസം കഴിയുമ്പോൾ ശബരിമലയിലും പോകും. അപ്പോൾ പുള്ളി ഒരു സർവ്വമത പ്രവാചകനാണ്. ഈ സർവ്വമത പ്രവാചകനായ പുള്ളിക്ക്, പ്രതിപക്ഷ നേതാവിന് നിങ്ങളോടുള്ള യഥാർത്ഥത്തിലുള്ള സമീപനം എന്താണെന്ന് ചോദിച്ചു. സാർ ഞങ്ങൾ പറഞ്ഞുതരാം. അത് പറഞ്ഞു അന്ന് ഞങ്ങൾ ഈ മുനമ്പംകരയുടെ പ്രത്യേകത, ഇവിടെ ഒരു ഈ കരയിൽ ഒരു 80% കോൺഗ്രസ് അനുഭാവികളാണ്. ഒരു 20% ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഒരു 2 വർഷം നല്ലൊരു 3 വർഷം മുമ്പ് വരെ ഏത് പാർട്ടിക്കാരാണ്? 3 വർഷമല്ല, ഞങ്ങളൊക്കെ ഒരു ഈ VD സതീശൻ വന്ന അന്ന് വരെയും ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. എന്നാണ് VD സതീശൻ ഈ VD സതീശൻ അതും കൂടി ഞങ്ങളൊന്ന് പറഞ്ഞു. VD സതീശൻ വരണേന് വേദി ഒരുക്കിയ ആൾക്കാരാണ് ഞങ്ങൾ. ഞാൻ അതിനുവേണ്ടി കാരണം എനിക്ക് എത്ര പൈസ ചിലവായെന്ന് എനിക്കറിയാം. ക്രിസ്മസില്ല, ക്രിസ്മസിന് 2ാമത് വരെയാണ്. അതിനു മുമ്പ് വന്ന് വേദി ഒരുക്കിയത്, അതായത് അതിന് ഇപ്പോൾ സ്റ്റേജിൻ്റെ പൈസ, ഇലക്ട്രിസിറ്റിയുടെ പൈസ, അതിൻ്റെ പൈസ, ആ പൈസ അതെനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം GPay ആയിട്ട് കുറച്ച് പൈസ മേടിക്കും. ബാക്കി നേതാക്കന്മാർ, ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ കാശായിട്ട് എൻ്റെ നിന്ന് മേടിച്ചേക്കുന്ന ഒരു കൈ കണക്കുമില്ല VD സതീശനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി. അതെനിക്ക് ആരുടെ മുമ്പിലും പറയുന്നുണ്ട്. കാരണം അവരെന്നെ അത്രയ്ക്കും ദ്രോഹിച്ചിട്ടുണ്ട് എനിക്കെതിരെ. അപ്പോൾ അതിനെല്ലാത്തിനും കണക്കുണ്ട് ഇതിന്. അതായത് ഒരു കോൺഗ്രസ് VD സതീശനെ കൊണ്ടുവരാൻ വേദി ഒരുക്കിയത് ഞങ്ങളാണ്. ആ വേദിയിൽ ഞങ്ങൾ തന്നെയാണ് പോയി അദ്ദേഹത്തെ സ്വീകരിച്ചത്. അന്ന് അദ്ദേഹം ഞങ്ങൾക്ക് തന്നൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഈ സംഭവം തീർത്തു തരുമെന്ന് പറഞ്ഞു. ഓക്കെ, എവിടെയാണെന്ന് അവരോട് തന്നെ ചോദിക്കണം. കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴാണ്. കാരണം കേന്ദ്രത്തിൽ ഇനി അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അധികാരത്തിൽ. കാരണം അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തികൾ അനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല അവര് കേന്ദ്രത്തിൽ അധികാരത്തിൽ. മുനമ്പക്കാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വരുന്ന ഇലക്ഷനിൽ അവർ കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ? ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പം ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ
ഇപ്പം ഞങ്ങളുടെ നടക്കുന്ന കാര്യങ്ങളിൽ മാത്രം പറയാനുള്ള അധികാരികത ഞങ്ങൾക്കുള്ളൂ. മനസ്സിലായി? ഞങ്ങളുടെ കാര്യങ്ങൾ ഇപ്പം ഞങ്ങളിവിടെ എല്ലാവരും ഏകദേശം എല്ലാവർക്കും കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലായിട്ടുണ്ട്. ശരി, അത് അതിനപ്പുറം നിങ്ങൾ പറയണ്ട. സ്വാഭാവികമായി ചോദിച്ചത് നിങ്ങൾക്ക് വി.ഡി. സതീശൻ്റെ നിങ്ങളോടുള്ള വ്യക്തിപരമായ സമീപനമാണ് നമ്മുടെ ചോദ്യത്തിൽ ഇത്രയും വരെ വന്നത്. നിങ്ങൾക്കൊരു നല്ല അഭിപ്രായമല്ലയോ? ഇല്ല, ഒരിക്കലും ഇല്ല. വി.ഡി. സതീശൻ്റെ അഭിപ്രായം, കാരണം അദ്ദേഹം ഞങ്ങൾക്ക് അനുകൂലമല്ല. അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ മാത്രം ഞങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് സംസാരിക്കും, മാറി നിന്ന്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ വെല്ലുവിളി, അദ്ദേഹം ഇപ്പോൾ ഇതിന് ശേഷം വന്നിട്ടില്ല. അദ്ദേഹം ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറി ഒരു മുനമ്പം, ഒന്ന് ആലോചിച്ച് നോക്കണം, 1-ാം വാർഡിലാണ് സംഭവം നടക്കുന്നത്. 8 കിലോമീറ്റർ അപ്പുറം യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മുനമ്പം ഐക്യദാർഢ്യ സമ്മേളനം എന്നും പറഞ്ഞ് വെച്ചു. ഇവിടെ നിന്ന് ആരും പോയില്ല. ഇവിടെ നിന്ന് കുറച്ച് കോൺഗ്രസ് എന്നിട്ട് അവിടെ വിളിച്ച് പറഞ്ഞത് എന്താണ്, അവിടെ കുറേ പേര് BJP-യിൽ ചേർന്നിട്ടുണ്ട്, ചെവിയിൽ നുള്ളിക്കോ, ഞങ്ങൾ വരും അടുത്ത പ്രാവശ്യം, BJP-ക്കാരെ ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ അത് ചെയ്യും. ഇതാണ് അദ്ദേഹത്തിൻ്റെ മുനമ്പത്തിൻ്റെ ഇപ്പോഴത്തെ ഐക്യദാർഢ്യം. അത് അദ്ദേഹം പബ്ലിക്കായിട്ട് വിളിച്ചു പറയും. അദ്ദേഹം അനങ്ങുമ്പോൾ ഈ ചെവിയിൽ നുള്ളിക്കും. ഇപ്പോൾ ചെവിയിൽ നുള്ളുന്ന ഒരു കൂട്ടത്തിൽ ഞങ്ങളുണ്ട്. ഇപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇപ്പോൾ BJP ചേർന്ന ആൾക്കാർ, ഇപ്പോൾ കോൺഗ്രസ്, ഇതെല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു. ഞാനും അടക്കം. നല്ലൊരു ശതമാനം ആളുകൾ BJP ചേർന്നോ? ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ ആദ്യം വന്ന ദിവസം അന്ന് 50 ഫാമിലീസ് ചേർന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും BJP ഉണ്ട്. പക്ഷേ ഈ BJP കോൺഗ്രസിൻ്റെ കുറച്ച് ഇലക്ഷൻ എടുത്തേക്കണം, ഇവിടെ കുറച്ച് അണ്ടർഗ്രൗണ്ട് വർക്ക്സ്, കാരണം ഇപ്പം മെമ്പർഷിപ്പ് എടുക്കുന്നത് ഞങ്ങളും അവരും തമ്മിലും മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചക്കുള്ളിൽ ഞങ്ങൾക്കറിയാം ഇത്ര ഫാമിലീസ് ചേർന്നിട്ടുണ്ടെന്ന്. ഇപ്പം സജിച്ചേട്ടൻ കണ്ടില്ല, സജിച്ചേട്ടൻ്റെ ആ ഇത്രയും വലിയൊരു ക്രൗഡിന് ഇപ്പോൾ സജിച്ചേട്ടൻ അവിടെ കണ്ടില്ല. ഇവരെല്ലാവരും അവർ കോൺഗ്രസിന് വോട്ട് കുത്തിയേക്കണമല്ലോ, ആരും കുത്തിയിട്ടുണ്ടാവില്ല. ആ പ്രായമുള്ള ചേട്ടന്മാരും അല്ല, ഇന്ന് അവരെല്ലാവരും BJP മെമ്പേഴ്സ്. ഇത് വൈപ്പിൻ ഞാറക്കൽ നിയോജക മണ്ഡലം, ഉണ്ണികൃഷ്ണൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM-ൻ്റെ MLA. ഇല്ല, അദ്ദേഹം ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ആദ്യകാല റവന്യൂ അവകാശങ്ങൾ തിരിച്ചു നേടിത്തരാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് ഉപകാരങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിനെ കൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ പിന്നീട് ഈ കേസും കാര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിധിയിൽ നിന്ന് പോയി. പിന്നെ അദ്ദേഹത്തിന് യാതൊരു ഇതുമില്ല. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്തെങ്കിലും പക്ഷേ ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം അദ്ദേഹം കൂടെ നിന്നു. ചെയ്യാൻ പറ്റുന്ന കാലം അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പരാതി ഒരിക്കലും അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പറയാനില്ല. കാരണം ഞങ്ങൾ സഹായിച്ചവരെ സഹായിച്ചില്ലെന്ന് പറയേണ്ട ആ ഒരു ഇതൊന്നും. അങ്ങനെ നിൽക്കുമ്പോൾ എന്താണെങ്കിലും ഈ 600-ലധികം കുടുംബങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമെന്ന് അറിയുന്നതിൽ ഞങ്ങൾ കേരളം മുഴുവനുള്ള അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള മലയാളികൾക്ക് വളരെ സന്തോഷമുണ്ട്. സാറിപ്പോൾ ഇരിക്കുന്ന വീടില്ലേ, ഇപ്പം എൻ്റെ വീട്, എനിക്ക് എൻ്റെ ഇതിനു മുമ്പത്തെ ആൾക്കാർ ദാനം തന്ന വീടാണ്. അതായത് പൈതൃകമായി കിട്ടിയ വീടാണ്. ഈ വീട് നഷ്ടപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകാന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അത് ആ വീട്ടിലിരിക്കണവനെ ആ വേദന അറിയുള്ളൂ. ഈ വഴി കൂടി പോണ ഒരു പരനാറി വന്നിട്ട് പറഞ്ഞ് ഇത് എൻ്റെ വീടാണെന്ന് പറഞ്ഞ് കയറിയിരിക്കാനുള്ളൊരു അവകാശം, അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചാൽ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു ഇത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സാർ പറഞ്ഞു, ഞാനൊരു രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ ഒഫീഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി, ഒഫീഷ്യൽ ബോഡി ഗാർഡുമായിരുന്നു. ഞാൻ 23 വർഷം കുവൈറ്റ് രാജാവിൻ്റെ ഒഫീഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി, ഒഫീഷ്യൽ ബോഡി ഗാർഡുമായിരുന്നു. ഞാനൊരു കുവൈറ്റ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. എനിക്ക് നല്ലൊരു പ്രൊഫൈലുള്ള ആൾ. പക്ഷേ എനിക്ക് ഇത്രയും വാഗ്ദാനങ്ങൾ കിട്ടിയിട്ട് എൻ്റെ വീട് പ്രൊട്ടക്റ്റ് ചെയ്യലാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു കടമ. എൻ്റെ നാട് പ്രൊട്ടക്റ്റ് ചെയ്യല എന്നുള്ള. അവനവൻ്റെ വീട്, അവനവൻ്റെ ബന്ധങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, കുഞ്ഞുങ്ങൾ, അവനവൻ്റെ ഭൂമി, അവനവൻ്റെ സമ്പത്ത്, ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതാണ് നിങ്ങളുടെ വിഷയം. നിങ്ങളത് സംരക്ഷിക്കും. ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾക്കെതിരെ നിൽക്കണവൻ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ അവന്മാർ നോട്ടപ്പുള്ളികൾ വീട് സംരക്ഷിക്കണം. കുടുംബം, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുട്ടികളെയും ഭാര്യനെയും മേൽ സംരക്ഷണം ഒരു ഗൃഹനാഥൻ്റെ കടമകളാണ് അപ്പം ഞങ്ങൾ നിൽക്കും. ഞങ്ങളുടെ വീട് എടുക്കാൻ തന്നെ ഞങ്ങളുടെ, അതായത് കള്ളൻ്റെ കൂടെ നിൽക്കോ സംരക്ഷിക്കണവൻ്റെ കൂടെ നിൽക്കോ? അല്ല, അത് സ്വാഭാവികമായിട്ട് സംരക്ഷിക്കേണ്ട കൂടെ നിൽക്കേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത്, ഞാനത് പ്രേക്ഷക സമൂഹത്തോട് വേറൊരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയമാണ്. പക്ഷേ ഞാനതിപ്പോൾ പറയുകയാണ്. അടുത്ത നിയമസഭാ ഇലക്ഷൻ്റെ തലേദിവസം വരെ ഓരോ ദിവസവും ഓരോ അജണ്ടകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോ ദിവസവും ഇറങ്ങും. ഇപ്പോൾ ഈ ദിവസങ്ങളിലെ പത്രവാർത്തകൾ, ഈ ദിവസങ്ങളിലെ പല മാധ്യമങ്ങളിലും വരുന്ന വീഡിയോകൾ, സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിങ്ങുകൾ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തമായ അജണ്ട കേരളം മുഴുവൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ്റെ തലേ ദിവസം വരെ അതുണ്ടാകും.
ഇപ്പോൾ ഈ ഒരു നിയമം വന്നതിന് ശേഷം, ഈ പുതിയ ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഒരു വിധി ഉണ്ടായതിന് ശേഷം, അന്ന് ഞങ്ങൾക്ക് എല്ലാ ഇതും അന്ന് ആദ്യത്തെ ഞാൻ ആ ഒരു ചാനലിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇത്രയും അനുകൂലമായ ഒരു ഘടകം വന്നിട്ട് അന്ന് രാവിലെ വന്ന ന്യൂസ് എന്താണ്, മുനമ്പത്തിന് തിരിച്ചടി. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ സാധാരണ എനിക്കത് മനസ്സിലായില്ല, പക്ഷേ സാധാരണക്കാരൻ നിക്സൺ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുണ്ട്, അവൻ വന്നിട്ട് പറഞ്ഞു ചേട്ടാ മീഡിയയുടെ അജണ്ട മുനമ്പത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി, അപ്പം നമ്മൾ അത് പൊളിക്കണം. ഞങ്ങൾ പോയി ഒരു 2000 രൂപയ്ക്ക് പടക്കം മേടിച്ച് മീഡിയ ഞങ്ങൾക്കെതിരെ ചോദിക്കുന്നത് പടക്കം മേടിച്ച് ആഘോഷിച്ച് കഴിഞ്ഞപ്പോൾ മീഡിയക്ക് പിന്നെ ഞങ്ങളെ വേണ്ട. അതായത് മീഡിയ അന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധി നിങ്ങൾക്ക് എതിരാന്ന് വരുത്തി തീർക്കണം എന്ന ഗൂഢാലോചനയിൽ എല്ലാവരോടും വന്നു. ഞങ്ങൾ പടക്കം ഇവിടുത്തെ നിഷ്കളങ്കരായ മത്സ്യത്തൊഴിലാളികൾക്ക് അത് പിടികിട്ടി. അവർ പോയി 2000 രൂപയുടെ പടക്കം കൂടെ മേടിച്ചുകൊണ്ട് വന്ന് മീഡിയയുടെ ഐഡിയ പൊട്ടിച്ച് കൈ കൊടുത്തു. ഇത്രയും വിശദമായിട്ട് മലയാളത്തിൻ്റെ പൊതുസമൂഹത്തോട്, ലോകം മുഴുവനുള്ള മലയാളികളോട് ഇത്രയും വിശദമായി ഈ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഞാനിത് പ്രത്യേകമായി നന്ദി പറയുന്നു. സാർ ഇവിടെ വന്നതിന് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ വി ഹാവ് നെവർ ഡൺ ആൻ ഇന്റർവ്യൂ ലൈക്ക് ദിസ്. ഇനി അതുകൂടാതെ തന്നെ എൻ്റെ പ്രേക്ഷകർ, ഞങ്ങളുടെ ചാനലിൽ അധികം ആളുകളില്ല, പക്ഷേ ആ പ്രേക്ഷകർ ലോകം മുഴുവനുള്ള ആളുകൾ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതോടുകൂടി തന്നെ ലോകം മുഴുവൻ എല്ലാവരുടെ അടുത്ത് ചെല്ലട്ടെ. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പ്രയാസപ്പെടുന്ന ജനത്തിൻ്റെ വിഷയങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ലാത്തതാണ്. ജനത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നുമില്ല. ഇപ്പോൾ ഓരോ ദിവസവും നോക്കുമ്പോൾ ചില ദിവസം പീഡനം, ആ പീഡനം ചർച്ച ചെയ്തൊരു 3 ദിവസം കഴിയുമ്പോൾ അടുത്ത പീഡനം ചർച്ച ചെയ്തൊരു 3 ദിവസം കഴിയുമ്പം അതുപോലെയുള്ള എന്തെങ്കിലും പുതിയ ഐറ്റംസ് ഇളക്കി വിടുക. അതിന് ഇവിടുത്തെ നിലവിലുള്ള പരമ്പരാഗത പ്രസ്ഥാനത്തിന് രണ്ടിനും മാന്യമായ പങ്കുണ്ട്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവിതവും സൗകര്യവും സാഹചര്യവും. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഹൈറേഞ്ചിൽ ഒരു എസ്റ്റേറ്റ് ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞു കൊച്ച് ഞങ്ങളോട് പറയുക, സാറേ ഇച്ചിരി നല്ല റേഷനരി തരാനുള്ള ഒരു നടപടി ഉണ്ടാക്കാവുന്നു. അത് പറയുക, കിട്ടുന്ന അരി ഉണ്ടല്ലോ അതൊരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണ്. എന്നാ ചാറുകറി ഒഴിച്ചാലും അതിന് ഒരു ഭയങ്കര ചൊവയാണ്. ഇച്ചിരി നല്ല അരി തരാമോ? ആ കൊച്ചിൻ്റെ വീഡിയോ ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വിടണോ വേണ്ടയോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കൊച്ചിത്ര സങ്കടത്തോടെ പറഞ്ഞത്. സാർ അരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഞങ്ങൾ തന്നെ നെട്ടിപ്പോയി. ഇതെല്ലാവരും മത്സ്യത്തൊഴിലാളികൾ. ഞാനൊരു ബട്ട് നമ്മൾ കേരളം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ BJP സർക്കാരിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, BJP വന്നതെങ്കിൽ ഈ അടുത്താണ് ഞങ്ങൾക്ക് ഇവിടെ മത്സ്യനിരോധനമുണ്ട്, മത്സ്യബന്ധന നിരോധനമുണ്ട്, ഞങ്ങൾക്ക് 70 ദിവസം നിരോധനമുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളോട്, ഞാൻ മത്സ്യത്തൊഴിലാളിയല്ല, ചോദിച്ചപ്പോൾ കിട്ടുന്നത് 25 കിലോ അരിയാണ്. 25 കിലോ 70 ദിവസമല്ലേ? 25 കിലോ അരിയാണ്. ബട്ട് ഗുജറാത്തിൽ എന്തെന്നാണെന്ന് അറിയാമോ സാറേ? പെർ ഡേ 70 ദിവസം പെർ ഡേ 300 രൂപ വീതമാണ്. ഇതിലിപ്പോൾ നമ്മുടെ ചാനലിലടി വരാൻ പോകുന്ന കമന്റ് എന്നാണെന്നറിയോ? ഈ കേരളത്തിലുള്ള മത്സ്യത്തൊഴിലാളിയെല്ലാം ഗുജറാത്തിൽ പോയി മീൻ പിടിക്കാം. ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. മത്സ്യത്തൊഴിലാളി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പെർ ഡേ 300 രൂപ വീതമാണ്. അതായത് അവന് ഈ മത്സ്യനിരോധനം ഇത്ര ദിവസം കൂടുമ്പോൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് 300 റുപ്പീസ് പെർ ഡേ, അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമുണ്ട് ലോകത്ത് ഇങ്ങനെയും നടക്കുന്നുണ്ട്. ഇവിടെ 70 ദിവസത്തേക്ക് 25 കിലോ അരി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് എന്തേലും ഉണ്ട്. 1 കിലോ വെച്ചാണ് 25 ദിവസത്തേനേ ഉള്ളൂ. 1/2 കിലോ വെച്ചാണ് 50 ദിവസത്തേനേ ഉള്ളൂ. ഇതിപ്പം ഒരു 300 ഗ്രാം വെച്ചുള്ള അരി കേരളത്തിൽ കൊടുക്കുമ്പം അവിടെ 300 രൂപ ഗുജറാത്തിൽ കൊടുക്കുന്ന. ഏകലും എന്നോടും പറയരുത് നീയും ഗുജറാത്തിൽ പോടാന്ന്. അത് പറയും. കാരണം നമ്മുടെ ചാനലിനകത്ത് മിക്കവാറും എല്ലാം വരുന്നതാണ്, നീ ഗുജറാത്തിൽ പോടാ, നീ UP പോടാന്ന്. അല്ല, അങ്ങനെ ഞങ്ങളത് ഈ അടുത്ത് BJP സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചും അവിടെ നിന്നുള്ള ലോണുകളെക്കുറിച്ചും ഇതിനെക്കുറിച്ച് ഇപ്പം ഞങ്ങൾ വ്യക്തിപരമായിട്ട് ക്ലാസ്സുകൾ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങളിതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഈ ലോണുകൾ എന്തെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പല മത്സ്യബന്ധന മേഖലയിലേക്ക് ആവശ്യമായ ഘടകങ്ങൾ, ആ ലോണുകളെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതുപോലെ പ്രതിസന്ധി നടന്ന ഒരു ജനവിഭാഗത്തിൽ ആദ്യത്തവരായതുകൊണ്ട്, അതിൽ നിന്ന് ജയമെടുത്ത ആദ്യത്തെ ജനമാണല്ലോ, നിങ്ങൾ ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്ന് അതിൻ്റെ യഥാർത്ഥ സത്യസന്ധമായ വിവരങ്ങൾ ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില പ്രോഗ്രാമുണ്ട്, അതിനെ പൊളിക്കത്തക്കവണ്ണം നിങ്ങളതിവിടെ കൊണ്ടുവരണം. മുൻപം ഇന്ന് കേരളത്തിന് ഏറ്റവും വലിയൊരു രക്ഷയാണ്. കാരണം വഖഫ് ബോർഡ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് 33,000 ഏക്കറായിരുന്നു അവരുടെ ആസ്തി വിവര പട്ടികയിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന പ്ലാൻ. അവരുടെ ഫസ്റ്റ് കടമ്പയായിരുന്നു, ഫസ്റ്റ് പോയിൻ്റായിരുന്നു, സ്റ്റാർട്ടിംഗ് പോയിൻ്റായിരുന്നു മുനമ്പം. സാറൊന്ന് ആലോചിക്കണം, 33,000 ഏക്കറാണ്
അവർ അന്യാധീനപ്പെട്ട ഭൂമിയെന്ന് ഞങ്ങൾ പറഞ്ഞില്ല കേട്ടോ, അവരുടെ ഒഫീഷ്യൽ ഇതിലുള്ളതാണ്. 33,000 ഏക്കർ വഖഫ് ബോർഡിന് കേരളത്തിൽ ക്ലെയിം ചെയ്യേണ്ട ഭൂമിയായിരുന്നു, 33,000 ഏക്കർ. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, ഈ 3.5 കിലോമീറ്റർ സ്ട്രെച്ചിനിടയിൽ 170 ഏക്കർ, അതാണ് 3.5 കിലോമീറ്ററിനുള്ളിൽ 170 ഏക്കർ. അപ്പോൾ 33,000 ഏക്കറായിരുന്നു ഇവർ കയ്യേറാനിരുന്നേച്ചത്. കാരണം ഇവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് പോകാം. കാരണം ആ ഒരു കാര്യത്തിൽ നിന്ന് തടസ്സം വന്നത് മുനമ്പം എന്ന കരയാണ്. ഈ മുനമ്പത്തുള്ള ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയുടെ അനുഗ്രഹവും ഇവിടുത്തെയുള്ള ദേവീ ക്ഷേത്രമാണ്. ഇവിടുത്തെയുള്ള 2 ക്ഷേത്രങ്ങളുണ്ട്. ഇവിടുത്തെ ദേവിമാരുടെ അനുഗ്രഹവും ഇവിടുത്തെ പള്ളിയുടെ മാതാവിൻ്റെ ഒരൊറ്റ അതിശയമാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു ഭീകര സംഘടനയ്ക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ പകുതി പോയാൽ. എന്നതാണേലും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റിപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഈ ആലപ്പുഴ ജില്ല ഒഴിച്ച് ബാക്കി ഇടുക്കി ജില്ല ഏതാണ്ട് ഫുള്ളെന്ന് പറയുന്ന പോലെ, വയനാട് ജില്ല ഫുള്ളെന്ന് പറയുന്ന പോലെ റെഡ്, ഓറഞ്ച്, യെല്ലോ സോൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ 33,000 ഏക്കറൂടെ പോകുമായിരുന്നെങ്കിൽ കേരളത്തിലെ മലയാളികൾക്ക് മുഴുവൻ പാണ്ടക്കെട്ടും തോളലിട്ട് തമിഴ്നാട്ടിലോട്ടോ കർണാടകത്തിലോട്ടോ ആന്ധ്രയിലേക്കോ വടക്കേണ്ടിയിലേക്കോ ഒരു പാലായനം ചെയ്യാനുള്ള ഈ ഒരു മുനമ്പം ഇല്ലായിരുന്നെങ്കിൽ അത് സംഭവിച്ചേനൊക്കെ. അപ്പോൾ ഈ മുനമ്പം കേരളത്തിലെ ജനത്തിൻ്റെ പാലായനത്തിന് തടയിട്ട വിജയിച്ച ഒരു സമരമാണ്. അതിന് നേതൃത്വം കൊടുത്ത നിങ്ങളെയെല്ലാം ഇല്ല, ഞാനിപ്പോൾ വേറെയും കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.